ഇതെൻ്റെ ചാനലിലെ ആദ്യത്തെ വ്ളോഗാണ്. ഇന്നത്തെ എൻ്റെ ഡേയിലെ കുറച്ച് സ്ലൈസസ് ആണ് ഞാനിവിടെ ക്യാപ്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് വലിയ പ്ലാൻസ് ഒന്നുമില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഒന്ന് ചില്ലാവണമെന്നുണ്ട്. രാവിലെ ഫ്രഷായി ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ദുബൈയിലേക്ക് പോയാലോ എന്ന് ഓർത്തു. അങ്ങനെ വീടൊക്കെ വൃത്തിയാക്കി ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി. ലാസ്റ്റ് വീക്കെൻഡ് ഞങ്ങൾ വീട്ടിൽ തന്നെയായിരുന്നു. നല്ല ചൂടായതുകൊണ്ട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്നും നടക്കുകയില്ല. ഫ്രണ്ട്സിനെയൊക്കെ കാണാമെന്ന് കരുതി പോകുന്ന വഴിക്ക് ഇങ്ങനെ റീൽസൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഷാർജയിൽ ഒരു ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നതിൻ്റെ വീഡിയോ കണ്ടു. ഏതായാലും ദുബായ് വരെ പോകുന്നതല്ലേ, ഷാർജയിലേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് തീരുമാനിച്ചു. ഗ്ലോബൽ വില്ലേജ് ഇനി ഓപ്പൺ ആവണമെങ്കിൽ ഒക്ടോബർ വരെ കാത്തിരിക്കണം. ഗ്രോസറി വാങ്ങാൻ ഇറങ്ങിയ എന്നെ സർപ്രൈസായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഗ്ലോബൽ വില്ലേജിൽ കൊണ്ട് നേരെ ചെവി ഒരു ഫോട്ടോ പോലും എടുക്കാമെന്ന് പറ്റിയില്ല. അതാ എനിക്ക് ഓർമ്മ വന്നേ. ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഷാർജയിലെത്തി. എനിക്ക് ഈ ഓരോ എമിറേറ്റ്സിനും ഓരോ സ്വഭാവമുള്ള പോലെ തോന്നും, നമുക്ക് മനുഷ്യർക്കുള്ള പോലെ. അവിടെ പോയി നോക്കിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഷാർജ എക്സ്പോ സെൻറ്ററിലെത്തി. 5 ദിർഹം എൻട്രി ഫീസ് ഉണ്ടായിരുന്നു. ഇതൊരു ബാക്ക് ടു സ്കൂൾ ഡിസ്കൗണ്ട് സെയിലായിരുന്നു. ഇവിടെ കുറേ ബ്രാൻഡ്സിൻ്റെയും പിന്നെ ലോക്കൽ സെല്ലേഴ്സിൻ്റെയും ഒക്കെ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഇന്ത്യൻ ഒരു ലോക്കൽ സ്റ്റോറായിരുന്നു. നല്ല ഹാൻഡ് ക്രാഫ്റ്റ് യുണീക്ക് ഡിസൈൻസ് ഉള്ള കുറേ ഷൂസും പിന്നെ സാൻഡൽസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ അടുത്ത് നല്ല ഒറിജിനൽ ലെതർ ഷൂസ് ഉണ്ടായിരുന്നു. UAE കിട്ടാൻ ഇത്ര അഫോർഡബിൾ റേറ്റിൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 25 ദിർഹംസ് തൊട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവരുടെ കയ്യിൽ നല്ല സൽവാർ സെറ്റ്സും ഉണ്ടായിരുന്നു. അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു ഇന്ത്യൻ സ്റ്റോർ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. 2-3 അബായ ഔട്ട്ലെറ്റ്സും ഉണ്ടായിരുന്നു. നല്ല നല്ല ഡിസൈൻസും കളേഴ്സും വെറൈറ്റീസും ഒക്കെ ഉണ്ടായിരുന്നു. വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. സമയം പോയത് അറിഞ്ഞില്ല. 4-4:30 ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ തിരികെ ദുബൈയിലെത്തിയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. ഇനി ഞങ്ങൾ നേരെ അബുദാബിക്ക് വിടുവാണ്. വീട്ടിലെത്തിയിട്ട് ഞാനിന്ന് എന്താ വാങ്ങിച്ചത് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ എനിക്കൊരു അബദ്ധം കൂടെ പറ്റി, അത് ഞാൻ ലാസ്റ്റ് പറയാം. തിരിച്ച് ഞാൻ ആ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ ഞങ്ങളിവിടെ അട്നോക്കിൽ കയറി ഒരു ചെറിയ ബ്രേക്ക് എടുത്തു. ഒരു 7 o'clock ഒക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇന്ന് വാങ്ങിച്ചതിൽ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് കാണുമ്പോഴാണ് അവിടെ വരെ പോയതിൽ നഷ്ടമില്ലാന്ന് തോന്നിയത്. ഇത് പാർട്ടി വെയർ ആയിട്ടും കാഷ്വലായിട്ടും ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. എവിടെ കീച്ചയും കണ്ടാലും എനിക്ക് ഒരെണ്ണം വേണം. ഇവിടെയാണ് എനിക്ക് അബദ്ധം പറ്റിയത്. സ്പ്ലാഷിൽ ടാക്സിലൊക്കെ 4 ദിർഹം 5 ദിർഹം ഒക്കെ ഉള്ളായിരുന്നു. അങ്ങനെ നോക്കി എടുത്തതാണ്. ബില്ല് 89 ദിർഹംസായി. അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിക്കാനുള്ള ബുദ്ധി എനിക്ക് തോന്നിയില്ല. LCWAKKയിൽ കറക്റ്റ് പ്രൈസ് തന്നെയായിരുന്നു. അവിടെ പോകുന്നവരിതൊന്ന് ശ്രദ്ധിക്കണേ.
അങ്ങനെ ഇന്നത്തെ ഡേ ഞാൻ വൈൻഡ് ചെയ്യും. ബൈ.